ഗുഡ് ബോയ് ബെൻ ലിയോൺബർഗ് സംവിധാനം ചെയ്ത ഒരു ഇംഗ്ലീഷ് സൂപ്പർ നാച്ചുറൽ ഹൊറർ ത്രില്ലർ പടമാണ് ഇന്ന് ഈ സിനിമയെക്കുറിച്ച്. ടോഡ് എന്ന ഒരു യുവാവ് മരിച്ചുപോയ തന്റെ അപ്പൂപ്പന്റെ ഉപേക്ഷിക്കപ്പെട്ട പഴയ വീട്ടിലേക്ക് താമസം മാറ്റുകയാണ്. അവന്റെ ഒപ്പം അവന്റെ വളർത്തുനായ ഇൻഡിയുമുണ്ട്. പക്ഷെ അവിടെ ചില അമാനുഷിക സംഭവങ്ങൾ ഉള്ളതായിട്ട് ആ നായ്ക്കുട്ടിക്ക് ഫീൽ ചെയ്യുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളുമാണ് ഈ സിനിമ പറയുന്നത്. ഒറ്റ വാക്കിൽ ഒരു നല്ല സിനിമയാണ്, ഡീസന്റ് ആണ്, പക്ഷെ കുറച്ച് ഡിപ്രസിംഗ് ഫീലും നമുക്ക് തരുമെന്ന് പറയാം. സാധാരണ പ്രേത പടങ്ങളിലൊക്കെ ഏതെങ്കിലും ഒരു മനുഷ്യനോ അല്ലെങ്കിൽ മനുഷ്യക്കുട്ടിയോ ഒക്കെ കേന്ദ്ര കഥാപാത്രമായിട്ട് വരുമ്പോൾ ഇതിൽ ഒരു പട്ടിയുടെ വ്യൂ പോയിന്റിൽ ഒരു പ്രേത അല്ലെങ്കിൽ ഒരു ഹൊറർ കഥ പറയുകയാണ്. അത് കൊള്ളായിരുന്നു, കുറച്ച് വെറൈറ്റി ആയിരുന്നു. ഗംഭീരമായ വിഷ്വലുകൾ പടത്തിലുണ്ട്. ആ സ്ഥലവും ആ വീടും ലൊക്കേഷനും ഒക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. എന്നാൽ ആ വീടിന്റെ ഉൾഭാഗങ്ങൾ നമ്മളെ അത്യാവശ്യം പേടിപ്പിക്കുന്ന വിധത്തിലാണ് താനും. ചില ജംപ് സ്കെയർ സീനുകളൊക്കെ നീറ്റായിട്ട് വർക്കായിട്ടുണ്ട്. ആ ഒരു പട്ടിയെ കൊണ്ട് ഇങ്ങനെയൊക്കെ അഭിനയിപ്പിച്ചതിന് ഒരു സ്പെഷ്യൽ അഭിനന്ദനം തന്നെ കൊടുക്കണം. നല്ല കിടുവായിട്ട് ആ കഥയ്ക്ക് ചേരുന്ന വിധത്തിൽ ഓരോ സിറ്റുവേഷൻസിൽ അതിന്റെ എക്സ്പ്രഷൻസും ആക്ഷൻസും ഒക്കെ പക്കായിട്ട് അവര് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പടത്തിന്റെ ലെങ്ത് ഒക്കെ കുറവാണെങ്കിലും ഏകദേശം ഒരു 400 ദിവസത്തോളം കണ്ട് എടുത്താണ് ഈ പടം ഷൂട്ട് ചെയ്തിട്ടുള്ളത് മൊത്തം. ഇതിന്റെ സംവിധായകൻ ലിയോൺബർഗും അതുപോലെ നിർമ്മാതാവ് ഫിഷറും പട്ടിക്കുട്ടിയും ഒക്കെ ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു വീട്ടില് ഇത്രയും ദിവസം താമസിച്ച് ഷൂട്ട് ചെയ്യുകയായിരുന്നു. ഒരു പട്ടിക്കുട്ടിയെ വെച്ച് ഷൂട്ട് ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഒരു ദിവസം 1-2 ഷോട്ടുകൾ മാത്രമേ ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാണ് സംവിധായകൻ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ വിചിത്രമായിട്ടുള്ള ചില ശബ്ദങ്ങളൊക്കെ സംവിധായകൻ ഉണ്ടാക്കി പട്ടിയിൽ നിന്നും കറക്റ്റ് എക്സ്പ്രഷൻസ് ഒക്കെ ഷൂട്ട് ചെയ്യുകയായിരുന്നു. അങ്ങനെ ഇതിന്റെ ഷൂട്ടിംഗ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഒരു ലോ ബഡ്ജറ്റിൽ ചെയ്ത ഒരു പടവുമാണ്, പക്ഷെ അതിന്റെ ഔട്ട് അത്ര മോശമൊന്നുമല്ല. ഈ പടം ഫുൾ ആ ഒരു പട്ടിക്കുട്ടിയുടെ ഷോൾഡർ തന്നെയാണെന്ന് പറയാം. ഇന്ത്യ എന്ന് തന്നെയാണ് അതിന്റെ ഒറിജിനൽ പേരും. നല്ല കിടുവായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട് എന്ന് പറയാം. ഇതിലെ നായകൻ ശരിക്കും പട്ടിക്കുട്ടിയാണ്. അതിന്റെ ഓണറിനെ എനിക്ക് തീരെ ഇഷ്ടമായില്ല എന്ന് പറയാം. കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി എന്താന്ന് വെച്ചാൽ ഇവൻ ഏതെങ്കിലും നരകത്തിൽ പോയി താമസിച്ചിട്ട് എന്തിനാ പാവം പിടിച്ച പട്ടിയും കൂടെ കൂട്ടേണ്ട വല്ല കാര്യമുണ്ടോ എന്നാണ്. അതുകൊണ്ടാണല്ലോ ഈ പട്ടിക്കുട്ടിക്ക് ഇത്രയും കഷ്ടപ്പെടേണ്ടിയൊക്കെ വന്നത്. സോ ഗുഡ് ഡോഗ്, പക്ഷേ ബാഡ് ഓണർ അങ്ങനെ പറയാം. നല്ല ക്യാരക്ടർ നൈസാണ്. ഷെയ്ൻ ജെൻസൺ എന്ന നടനാണ് ആ റോൾ ചെയ്തിരിക്കുന്നത്. ഫേസ് പുള്ളിയുടെ അധികവും പടത്തിൽ കാണിക്കുന്നില്ല. ആകെ 1-2 ക്യാരക്ടേഴ്സ് മൊത്തം ഈ പടത്തിലുള്ളതാനും. നായകന്റെ പെങ്ങള്, അപ്പൂപ്പൻ, പിന്നെ ഒരു അയൽവാസി ആയിട്ടുള്ള ഒരാള്, അങ്ങനെ ആരുടെയും ഫേസ് അങ്ങനെ കാണിക്കുന്നില്ല. ഇതിന്റെ ക്യാമറ ലൊക്കേഷൻ ഒക്കെ നൈസാണ്. പട്ടിക്കുട്ടിയുടെ ആ ഒരു വ്യൂ പോയിന്റിൽ കാണിക്കാൻ വേണ്ടി ക്യാമറ വളരെ ലോ ആംഗിളിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യരെ അരയ്ക്ക് മുകളിൽ മേൽപോട്ട് അങ്ങനെ കാണിക്കാത്തത്. മുഖം കാണിക്കുന്നില്ല. പട്ടി എങ്ങനെയാണോ ഈ ലോകം കാണുന്നത് അതുപോലെയാണ് ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ഐഡിയ കൊള്ളാമായിരുന്നു. അതുപോലെ കഥയ്ക്ക് ചേരുന്ന വിധത്തിൽ പട്ടിക്കുട്ടിയുടെ സീൻസ് ഒക്കെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കിൽ അവർ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. സോ ഇതിന്റെ എഡിറ്റിംഗ്, വിഷ്വൽ ഇഫക്ട്സ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, സൗണ്ട് ഡിസൈൻ, മറ്റു ടെക്നിക്കൽ ആസ്പെക്ട്സ് ഒക്കെ നൈസാണ്. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ 1.25 മണിക്കൂറേ ഉള്ളൂ എങ്കിലും ഭയങ്കര നീളം ഉള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. അതൊരു നെഗറ്റീവായിട്ട് പറയാം. അതെനിക്ക് തോന്നുന്നു സത്യത്തിൽ ഒരു ഷോർട്ട് ഫിലിമിനുള്ള ഒരു സംഭവമേ ഇതിലുള്ളൂ. അത് കുറച്ചുകൂടി നീളം കൂട്ടി ഒരു സിനിമയാക്കാൻ വേണ്ടി ചെയ്തതാവാം. ഭയങ്കര സ്ലോ ആയിട്ടാണ് പടം പോകുന്നത്, പക്ഷെ സഹിക്കാവുന്നതേ ഉള്ളത് കേട്ടോ. പട്ടിക്കുട്ടിയോട് നമുക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് തോന്നും എന്നുള്ളതല്ലാതെ ഇതിലെ ബാക്കി ക്യാരക്ടേഴ്സിനോടൊന്നും നമുക്കൊരു ഫീലും വരില്ല. അവർ ചത്താലും ജീവിച്ചാലും ഒന്നും നമുക്കൊന്നും തോന്നുകയല്ല. സത്യത്തിൽ അത് തോന്നേണ്ട ആവശ്യവും ഇല്ല. പിന്നെ എനിക്ക് പേഴ്സണലി പട്ടിയും പൂച്ചയൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ കഷ്ടത വരുത്തുന്ന വിധത്തിലുള്ള സീനൊക്കെ കണ്ടാൽ അതിനെ കാണാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ചെറിയ ചില സീൻസ് ഒക്കെ പടത്തിലുണ്ട്. അത് ഓർക്കുക പടം കാണുമ്പോൾ. മൊത്തത്തിൽ ഒരു നല്ല പടം, ഡീസന്റ് വാച്ച് എന്ന് തന്നെ പറയാം. ഓവർ എക്സ്പെക്ടേഷൻ ഒന്നും വെക്കാതെ ഈ പടം കണ്ടാൽ മതി. അതുപോലെ ഡോഗ് ലവേഴ്സിനൊക്കെ ആണെങ്കിൽ പടം കുറച്ചുകൂടെ നന്നായിട്ട് കണക്ട് ചെയ്യും. പടം സെലക്ടഡ് ആയി തിയേറ്ററുകളിൽ ഇപ്പോൾ ഓടുന്നുണ്ട്. ഡീറ്റെയിൽ ആയും പടം അവൈലബിൾ ആണ്. ഇന്റർനെറ്റിന്റെ ശക്തി ഉപയോഗിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. 1 മണിക്കൂർ 14 മിനിറ്റ് മാത്രമേ ദൈർഘ്യമുള്ളൂ. 18+ ഒന്നുമല്ല. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരിയാണ്.